ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറച്ച് കേക്കിൻ്റെ വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് തിരക്കിൽ പെട്ടിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞു പോയതൊക്കെ. അതായത് കുറച്ച് കേക്കിൻ്റെ കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കേക്ക് വന്നിട്ടുള്ളത് ഒരു ½ kg കേക്കാണ് കേട്ടോ. ½ kgയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്തിട്ടുള്ളത്. നോസിൽ ഡിസൈനാട്ടോ ഇതിന്മേൽ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പീച്ചും വൈറ്റും കോമ്പിനേഷനിലാട്ടോ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് ലീവ്സ് ഞാൻ ഗ്രീൻ കളറിൽ ലീവ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് കേക്ക് വന്നിട്ടുള്ളത് 1 kgയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. റോസറ്റ നോസിൽ കൊണ്ടുള്ള ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ബട്ടർഫ്ലൈസ് ലേസർ പ്രിൻ്റ് എടുത്തിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബോൾസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിലാട്ടോ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ഒരു 1 kgയിൽ നോർമലായിട്ടുള്ളൊരു മം ടു ബി കേക്കാണ് കേട്ടോ. മം ടു ബി കേക്കിന് പിങ്കും ബ്ലൂ കളറും കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ പിങ്ക് ഗേൾസിനും ബ്ലൂ ബോയ്സിനും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുള്ളത് ലേസർ പ്രിൻ്റിലാട്ടോ ഈ ബേബീസിനൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കെന്തായാലും ഈ കേക്ക് നന്നായിട്ട് ഇഷ്ടമായി. കാരണം എന്തോ ആ ഒരു ബേബീസിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കേക്ക് വന്നിട്ടുള്ളത് 2 ടയർ കേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബാർബീൻ്റെ പ്രിൻ്റാണ് കേട്ടോ ഇതിന്മേൽ കൂടുതലായിട്ടും വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ വെച്ചിട്ടുള്ളൊരു വീട് പോലെ ഒരു സംഭവമുണ്ട്, അതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ആ ഷേപ്പിൽ മടക്കി സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടീൻ്റെ ഡ്രസ്സിൻ്റെ കളറാണ് ഒരു പർപ്പിളായിരുന്നു. അപ്പോൾ കൂടുതൽ കളർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 1.5 kg ആണ്. പക്ഷേ 1.5 kgയിലേറെ ഉണ്ട് കേട്ടോ. കാരണം ഞാനിതിലൂടെ 4 കപ്പ് കേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്റർ ബാക്കി ഞാൻ 5 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെയർ കൂടിയിട്ടുമുണ്ട്, വെയിറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.